നമസ്കാരം. കാണാക്കഥയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിലെ ചില ചരിത്രപ്രധാനമായ സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പതിനാറാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂറിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്ന ചരിത്രസ്നേഹിയായ അഭിലാഷ് കുമാർ നെയ്യാറ്റിൻകര ആരംഭിച്ച ഒരു സ്വകാര്യ മ്യൂസിയമാണ് ചരിത്രമാളിക. തിരുവിതാംകൂർ കുടുംബം 1629 പണികഴിപ്പിച്ച 18,800 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ് മാളിക. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ 64 എന്ന സംഖ്യയ്ക്ക് സുപ്രധാന സ്ഥാനമാണുള്ളത്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചരിത്ര സ്മാരകങ്ങളിൽ 64 തരം കലകളും 64 ഔഷധ രൂപങ്ങളും ഉൾപ്പെടുന്നു. സിദ്ധ പാരമ്പര്യം പിന്തുടരുന്നു. കന്യാകുമാരിയിലെ ജില്ലയിലെ തക്കലയിൽ നിന്ന് കുമാർ സംഭരിച്ച മാളികകളുടെ പ്രധാന ആശയം അമരവിളയിൽ നിന്നും നട്ടുപിടിപ്പിച്ചു. ത്രിലോക സങ്കല്പങ്ങൾ അനുസരിച്ചാണ് കെട്ടിടം പണിതത്. ഭൂമിക്ക് താഴെ പാതാളം പോലെയുള്ള ഒരു ഭൂഗർഭ അറയും തറ നിരപ്പായ ഭൂമിഘടനയും അതിനു മുകളിൽ ആകാശഘടനയും ഉണ്ടായിരുന്നു. തുറക്കുന്ന സമയം ആഴ്ചയിലെ എല്ലാ ദിവസവും 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ഫീസ്. നമ്മൾ പറയാൻ പോകുന്നത് നെയ്യാർ ഡാമിനെ കുറിച്ചാണ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ നദിയിൽ ഒരു അണക്കെട്ടാണ് നെയ്യാർ ഡാം. തിരുവനന്തപുരത്ത് നിന്നും 30 കിലോമീറ്റർ അകലെയായി പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായാണ് നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. 1958 സ്ഥാപിതമായ പിക്നിക് സ്പോട്ടാണ് നെയ്യാർ ഡാം. പശ്ചിമഘട്ടത്തിലെ തെക്കൻ താഴ്ന്ന നിരന്നുകളിലെതിരായി നിലകൊള്ളുന്ന നെയ്യാർ അണക്കെട്ട് മനോഹരമായ തടാകമാണ്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിലെ കല്ലിക്കാട് പഞ്ചായത്തിലാണ് നെയ്യാർ ഡാം സ്ഥിതി ചെയ്യുന്നത്.
കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ കള്ളിക്കാടിൽ നെയ്യാർ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് നെയ്യാർ അണക്കെട്ട്. 1958 നിർമ്മിച്ച അണക്കെട്ട് ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര ഉല്ലാസ കേന്ദ്രം കൂടിയാണ്. ഈ ഡാമിനോടനുബന്ധിച്ചുള്ള മേഖല നെയ്യാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെട്ടു. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കായുള്ള പൊക്കം കുറഞ്ഞ മലകൾ നെയ്യാർ ഡാമിന് അതിർത്തി തീർക്കുന്നു. സുന്ദരമായ ഒരു തടാകവും ഉണ്ട് ഇവിടെ. ഇവിടുത്തെ പരിസ്ഥിതിയിലെ ജീവജാലങ്ങൾ കാട്ടുപോത്ത്, വരയാട്, സ്ലോത്ത് കരടി, കാട്ടുപൂച്ച, നീലഗിരി ലങ്കൂർ, കാട്ടാന, സാമ്പാർമാൻ എന്നിവർ ഉൾപ്പെടുന്നു. നെയ്യാർ ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് ഈ അണക്കെട്ട്. പരമാവധി സംഭരണശേഷി 84.75 മീറ്ററാണ്. പ്രധാന ആകർഷണങ്ങൾ: സിംഹ സഫാരി ഉദ്യാനം, ബോട്ട് യാത്ര, മാൻ ഉദ്യാനം, സ്റ്റീവ് ഇർവിൻ സ്മാരക മുതല വളർത്തൽ കേന്ദ്രം, ചെറിയ വന്യജീവി സംരക്ഷണ കേന്ദ്രം, തടാക ഉദ്യാനം, നീന്തൽക്കുളം, കാഴ്ചമാടം, ശുദ്ധജല അക്വേറിയം, കുട്ടികളുടെ ഉദ്യാനം, കേരളത്തിൻ്റെ 1ാമത്തെ തുറന്ന ജയിൽ, കാളിപ്പാറ ക്ഷേത്രം, കൃഷ്ണൻ പണിക്കർ, ജാനകി തങ്കമ്മ, മരുത്തുമൂട്ടിൽ കുടുംബം ജലസേചന ആവശ്യങ്ങൾക്കായി മറ്റു കുടുംബങ്ങൾ എന്നിവർ നൽകിയ ഭൂമിയാണ് ഈ ഡാം നിർമ്മിച്ചത്. നെയ്യാറിൻ്റെ ഒരു കനാൽ തമിഴ്നാട്ടിലെ പടിഞ്ഞാറൻ ജില്ലകളിലേക്ക് ഒഴുകുന്നു. കള്ളിക്കാട്, ഒറ്റശേഖരമംഗലം, ആര്യങ്കോട്, കീഴാറൂർ, പെരിങ്ങടവിള, മാരായമുട്ടം, നെയ്യാറ്റിങ്കര, പൂവാർ വഴിയും പ്രധാന നദി നെയ്യാർ ഒഴുകുന്നു. നെയ്യാർ അണക്കെട്ടിന് സമീപം അഗസ്ത്യകൊടിയവും കൃഷിക്കാരനായ ഈ പർവ്വതനിരകളിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണെങ്കിലും നിത്യഹരിത പ്രദേശമായി കാണുന്നത് അഗസ്ത്യകൂടമാണ്. മാത്രമല്ല, ചെങ്കുത്തായ മലനിരകളാണ് അഗസ്ത്യകൂടത്തിൻ്റെ പ്രത്യേകത. നടന്നു മാത്രമേ അഗസ്ത്യകൂടത്തിലെത്താനും സാധിക്കൂ. അഗസ്ത്യകൂടം കഴിഞ്ഞാൽ പിന്നെ മലയിറക്കമാണ്. ഇത്രയും ഉയരത്തിലുള്ള അഗസ്ത്യകൂടത്തിൽ എവിടെയൊക്കെയോ ചെറിയ ചെറിയ അരുവികളായി നെയ്യാർ പിറക്കുന്നു. അവിടെ നിന്ന് കൊമ്പെ സെറ്റിൽമെൻറ്റ് കോളനിയിലെത്തുമ്പോഴും നെയ്യാറിന് ചെറിയൊരു തോടിൻ്റെ രൂപം കൈവരും. പിന്നീട് അനേകം ചെറു അരുവികളുമായി കൂടിച്ചേർന്ന് താഴേക്കൊഴുകുന്നു. അഗസ്ത്യകൂടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നെയ്യാറിനെ 2 ഐതിഹ്യങ്ങൾ സമ്പന്നമാക്കുന്നു. രണ്ടും അഗസ്ത്യമുനിയുമായി ബന്ധപ്പെട്ടത്. അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ പൂജാതി കാര്യങ്ങൾക്കായി നെയ്യ് ഉപയോഗിച്ചിരിക്കുന്നു. പൂജ കഴിഞ്ഞ് ബാക്കി വരുന്ന നെയ്യ് ആശ്രമത്തിൽ അടുത്തുള്ള ചാലിലൂടെ താഴേക്ക് ഒഴുകിയിരിക്കുന്നു. അങ്ങനെ നെയ്യ് താഴേക്ക് ഒഴുകിയിരുന്നത് കാരണം ജനങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടായി. ജനങ്ങളുടെ ദുരിതം അറിഞ്ഞ അഗസ്ത്യമുനി നെയ്യ് വെള്ളമാക്കി മാറ്റി. അങ്ങനെ നെയ്യ് ഒഴുകിക്കൊണ്ടേയിരുന്നു. ആറാണ് നെയ്യാറായത്. അഗസ്ത്യാശ്രമത്തിൽ നിന്ന് ഒഴുകിയിരുന്ന നെയ്യ് ജനങ്ങൾ അവരവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. എന്നാൽ അന്നന്നത്തെ ആവശ്യത്തിന് മാത്രമേ നെയ്യ് ഉപയോഗിക്കാവൂ എന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഈ കൽപ്പന സ്ഥലത്തെ ഒരു മാടമ്പി ചോദ്യം ചെയ്യുകയും അയാൾ ഒരാഴ്ചയിലേക്ക് വേണ്ട നെയ്യ് കരുതി വയ്ക്കുകയും ചെയ്തു. മാടമ്പിയുടെ ഈ പ്രവൃത്തി അഗസ്ത്യമുനിയെ കോപാകുലനാക്കി. നെയ്യ് ഒഴുകിയിരുന്ന സ്ഥാനത്ത് അത് വെള്ളമായി മാറുകയും ചെയ്തു. അങ്ങനെ നെയ്യ് ഒഴുകിയിരുന്ന ആറാണ് പിന്നീട് നെയ്യാർ എന്നറിയപ്പെട്ടതും മറ്റൊരു ഐതിഹ്യം. ഒഴുകിയിരുന്നത് നെയ്യായാലും വെള്ളമായാലും അഗസ്ത്യാശ്രമ പരിസരങ്ങളിൽ എവിടെയോ ആണ് നെയ്യാർ തുടങ്ങുന്നതെന്ന് അനുഭവസ്ഥർ പറയുന്നു. വെള്ളത്തിനു പകരം നെയ്യ് ഒഴുകിയിരുന്ന ഒരു നദി നെയ്യാറല്ലാതെ ലോകചരിത്രത്തിൽ മറ്റെങ്ങുമില്ല. പുരാണങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ ആദ്യ അവതാരമായ മനുഷ്യാവതാരം നെയ്യാറിലായിരുന്നു എന്ന് വിശ്വസിക്കണം. നെയ്യാറ്റിങ്കരയുടെ സാംസ്കാരിക ചരിത്രം എന്ന പുസ്തകമെഴുതിയ അധ്യാപകർ CV സുരേഷ് പറയുന്നു, ത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള നദിയാണ് നെയ്യാർ. അഗസ്ത്യകൂടത്തിൽ നിന്നും ഉത്ഭവിച്ച് പൂവാറിൽ കടലിനോടും ലയിച്ചിരിക്കുന്നു നെയ്യാർ. ഇതിനിടയിൽ അരുവിയായി പിറവിയെടുത്ത് വൻ നദിയായി ഒഴുകി അണകൾ കടർന്ന് മരങ്ങളെയും മനുഷ്യരെയും മൃഗങ്ങളെയും നനച്ച് നെയ്യാർ ഒരു ജന്മം പൂർത്തിയാക്കുന്നു. നെയ്യാറിൻ്റെ ഓളപ്പരപ്പിലൂടെ തെന്നി നീങ്ങുമ്പോൾ ദൂരെ മഞ്ഞു പുതച്ച കൊടുമുടികൾ കാണാം. കാളിമലയും കാളിപ്പാറയും ക്ലാമലയും കൊണ്ടകെട്ടിമലയുമൊക്കെയാണ് ആ കാണുന്നത്. ഓരോ മലയ്ക്കും പറയാനുണ്ടാവും ഓരോരോ കഥകൾ. കാളിമലയ്ക്ക് മുകളിൽ ക്ഷേത്രമുണ്ട്. കാളിമല ക്ഷേത്രം എന്നു തന്നെയാണ് അത് അറിയപ്പെടുന്നതും. കാളിപ്പാറയിലുമുണ്ട് ഒരു ലോകാംബിക ക്ഷേത്രം. ദേവീക്ഷേത്രങ്ങളിലാണെങ്കിലും ശിവരാത്രിക്കാണ് പ്രധാന പൂജയും വഴിപാടുമൊക്കെ നടക്കുന്നത്. അന്ന് ആ നാട് മുഴുവൻ കാടുകയറും. പുലർച്ചെ വരെ നീണ്ടു നിൽക്കും ശിവരാത്രിയുടെ ആഘോഷങ്ങൾ. കാണി സമുദായക്കാരാണ് പ്രധാനമായും പൂജയ്ക്കെത്തുന്നത്. കാളിമലയും ലോകാംബിക ക്ഷേത്രവും ഭക്തർക്ക് അത്ഭുതമാകുന്നത് ഇവിടുത്തെ
തീർത്ഥക്കുളങ്ങളിൽ കൊണ്ടാണ്. എത്ര കാഠിന്യമായ വേനലിലായാലും വറ്റാത്തതാണ് പാറയ്ക്കുള്ളിലെ തീർത്ഥക്കുളങ്ങൾ. കണ്ണുനീര് പോലെ തെളിഞ്ഞ വെള്ളം ഏതു വേനൽക്കാലത്തും ഇവിടെ. സുലഭമായ ക്ഷേത്രങ്ങൾ മാത്രമല്ല മലമുകളിലുള്ളത്. പ്രശസ്തമായ തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രവും ഈ പർവ്വതനിരകളിൽ ഒന്നാണ്. ത്യാഗസ്മരണങ്ങൾ ഉയർത്തി എല്ലാ വർഷവും ഭക്തർ ഈ മലനിരകൾ കീഴടക്കുന്നു. കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. നാട്ടിൽ മുക്കിന് സ്ഥലപ്പേരുകൾ ഉള്ളതുപോലെ കാട്ടിലുമുണ്ട് സ്ഥലപ്പേരുകൾ. കൊമ്പൻപാറയും മുക്കുറ്റിത്തറയും ആനവാരിയും മുതൽ എത്രയോ പേരുകൾ. വല്ലപ്പോഴും കാട്ടിലെത്തുന്ന മനുഷ്യർ അടയാളപ്പെടുത്തുന്നതാവും ഇത്തരം പേരുകൾ. തലമുറകൾ കൈമാറി ആ പേരുകൾ പലപ്പോഴും കാടിറങ്ങുന്നു. കേരളത്തിലെ ഏറ്റവും മനോഹരമായ പൂന്തോട്ടങ്ങളിലൊന്ന് നെയ്യാർ ഡാമിലാണ്. അപൂർവ ഇനം ഓർക്കിഡുകൾ ഉൾപ്പെടെയുള്ള വർണ്ണങ്ങളുടെ വസന്തം തീർക്കുന്നുണ്ട് ഈ പൂന്തോട്ടം. ഉള്ളിൽ കുളിര് കോരിയിടുന്ന കൃത്രിമ വെള്ളച്ചാട്ടങ്ങൾ, വർണ്ണ മത്സ്യങ്ങളുടെ വലിയ ശേഖരമുള്ള അക്വേറിയം, വനം വകുപ്പ് ഒരുക്കുന്ന ബോട്ട് യാത്ര, പാർക്കുകൾ, കാഴ്ചയുടെ ഇരുകരകൾക്കുമിടയിൽ ഒരു അത്ഭുതം പോലെ നിൽക്കുകയാണ് നെയ്യാർ. നെയ്യാർ റിസർവോയറിനുള്ളിലെ ഒരു ഉപദ്വീപിലാണ് ലയൺ സഫാരി പാർക്ക്. ചുറ്റും കമ്പിവേലി കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രദേശം. സിംഹങ്ങൾ തുറന്ന പ്രദേശത്താണ്. സംരക്ഷിതമായി അടച്ച വാഹനങ്ങളിലാണ് സന്ദർശകരെ കൊണ്ടുപോകുന്നത്. കരമാർഗവും ജലമാർഗവും ലയൺ സഫാരി പാർക്കിലെത്താം. വാഹനത്തിലിരുന്ന് തൊട്ടടുത്ത് തന്നെ സിംഹത്തെ കാണാം. ചിലപ്പോൾ റോഡിൽ തന്നെ കാണാം. അല്ലെങ്കിൽ വഴിയരികിൽ സിംഹത്തെ കാടിനുള്ളിലെ അതിൻ്റെ സ്വാഭാവികതയോടെ കാണാൻ നെയ്യാറിലേക്ക് വരണം. ലോകത്തിലെ ഏതു ലയൺ സഫാരി പാർക്കിനേക്കാളും മനോഹരമായാണ് ഇവിടം. പക്ഷേ നമ്മൾ മലയാളികൾക്ക് പോലും അറിയില്ല ഈ സ്ഥലത്തെക്കുറിച്ച്. കോഴിക്കോട് നിന്ന് വന്ന സക്കീർ പറയുന്നു, ബിസിനസ് സംബന്ധമായി ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ആളാണ് സക്കീർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവിശ്വസിക്കേണ്ടതില്ല. ലയൺ സഫാരി പാർക്ക് പോലെ തന്നെ ആകർഷകമായ മറ്റൊരു ഉപദ്വീപാണ് ഇവിടെ ആവാസ കേന്ദ്രം. വേലിക്കരികിൽ മേയാനെത്തുന്ന മാനുകൾ കൗതുകത്തിൻ്റെ പുള്ളികളുമായി നമുക്കടുത്ത് വരും. അതൊരു അപൂർവ കാഴ്ചയാണ്. നെയ്യാർ ഡാം സന്ദർശിക്കാനെത്തുന്നവരുടെ എണ്ണം ദിവസേന കൂടിക്കൊണ്ടിരിക്കുന്നു. മലയാളികളെക്കാൾ ഉത്തരേന്ത്യക്കാരാണ് കൂടുതലും വരുന്നത്. ഫോറസ്റ്റ് റേഞ്ചർ നെയ്യാറിൽ കുളിക്കാനും തുണി അലക്കാനും വരുന്നവരെ പതിയിരുന്ന് ആക്രമിക്കുന്ന ചീങ്കണ്ണികൾ ഒരു കാലത്ത് പത്രമാധ്യമങ്ങളിലെ സ്ഥിരം വാർത്തയായിരുന്നു. ചീങ്കണ്ണിയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരും അംഗഭംഗം സംഭവിച്ചവരും ധാരാളമുണ്ട്. അവരിൽ പലരും ഇന്നും ജീവിച്ചിരിക്കുന്നു. പേടിപ്പെടുത്തിയ ഓർമ്മകളുമായി. ചീങ്കണ്ണികൾക്ക് മനുഷ്യരോട് എന്തുകൊണ്ടാണ് ഇത്രയും പക? തികച്ചും അജ്ഞാതമാണ് ഇന്നും അതിൻ്റെ കാരണങ്ങൾ. ചീങ്കണ്ണി കുഞ്ഞുങ്ങളെ വേട്ടയാടുന്നത് കൊണ്ടാണ് അന്നൊരു പറച്ചിലുണ്ടായിരുന്നു. അതിനു പക്ഷേ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. ചീങ്കണ്ണിയുടെ ശല്യം കാഠിന്യമായപ്പോൾ അവയെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. അതെന്തായാലും നെയ്യാറിൽ ചീങ്കണ്ണി പാർക്കിന് തുടക്കമിട്ടു. ഈ പാർക്കിൻ്റെ തുടർച്ചയായിരുന്ന പിന്നീട് വന്ന സ്റ്റീവ് ഇൻവിൻ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ. ലോകപ്രശസ്തമായ മുതലവേട്ടക്കാരൻ സ്റ്റീവ് ഇൻവിന് ഇന്ത്യൻ ജനത നൽകിയ സ്മാരകമായി ഈ മുതല സങ്കേതം. പരസ്യത്തിൽ പറയും പോലെ ഉയരം കൂടുന്തോറും സ്വാദ് കൂടുമോ എന്നറിഞ്ഞുകൂടാ. പക്ഷേ സൗന്ദര്യം കൂടുമെന്ന് നെയ്യാർ പറയുന്നു. നെയ്യാറിൽ 2 വാച്ച് ടവറുകളുണ്ട്. 2 ടവറുകൾക്ക് മുകളിൽ നിന്നാലും കാണുന്നത് നെയ്യാറിൻ്റെ വേറിട്ട കാഴ്ചകൾ. കിലോമീറ്ററോളം പടർന്നു കിടക്കുന്ന നെയ്യാറിൻ്റെ നീല ജലാശയം, അഗസ്ത്യ മലയുടെ അടിവാരത്തിലുള്ള പ്രകൃതി ഭംഗി ലോകത്ത് മറ്റൊരു ജലാശയത്തിനും ഉണ്ടാവാൻ ഇടയില്ല. അപൂർവ ഇനം മരുന്ന് ചെടികളെ തഴുകി വരുന്ന ശുദ്ധജലം, സവാരിക്കായി ബോട്ടുകളും വള്ളങ്ങളും സാഹസികരെ കാത്തിരിക്കുന്ന ട്രക്കിംഗ്. 2 ദിവസം നീണ്ടു നിൽക്കും. 1 ദിവസത്തേക്കുള്ള പാക്കേജുകളും ഉണ്ട്. 2 ദിവസത്തെ ട്രക്കിങ്ങിൽ കോംബൈ സെറ്റിൽമെൻറ്റ് കോളനിയിലെ ആദ്യ താമസം 2 ദിവസത്തെ ട്രക്കിങ്ങിൽ കോംബൈ സെറ്റിൽമെൻറ്റ് കോളനിയിലെ ആദ്യ ദിവസം താമസിച്ചതിനു ശേഷമാണ് 2 ദിവസം മീൻമുട്ടിയിലേക്ക് യാത്ര തിരിക്കുന്നത്. കോംബൈ കോളനിയിൽ നെയ്യാർ ഓമനത്തമുള്ള ഒരു കുഞ്ഞിനെ പോലെയാണ് ഒഴുകുന്നത്. കേരളത്തിൻ്റെ ഭാഗമായിരുന്ന കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട് താലൂക്കിലെയും നെയ്യാറ്റിൻകര താലൂക്കിലെയും കൃഷിക്ക് വെള്ളമെത്തിക്കാനായിരുന്നു നെയ്യാറിന് കുറുകെ അണ കെട്ടിയത്. അഗസ്ത്യാർകൂടത്തിൽ നിന്ന് വരുന്ന നെയ്യാർ പിന്നീട് പോഷക നദിയായ കല്ലാർ,
വള്ളിയാർ, മുല്ലയാർ എന്നിവയുമായി ചേരുകയും വൻ നദിയായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. നെയ്യാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് 2 കനാലിലൂടെയായിരുന്നു. ഇതിൽ ഇടതു കനാൽ കന്യാകുമാരി ജില്ലയിലേക്കും വലതു കനാൽ നെയ്യാറ്റിൻകര താലൂക്കിലേക്കും തമിഴ്നാട്ടിലേക്കുള്ള കനാൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നു. 55 വർഷത്തെ പഴക്കമേയുള്ളൂ നെയ്യാർ അണക്കെട്ടിന്. 1951 അണക്കെട്ടിൻ്റെ പണി തുടങ്ങി. 1959 അണക്കെട്ട് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 4 കോടി രൂപയായിരുന്ന ആകെ ചെലവ്. രൂപയുടെ മൂല്യത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇന്ന് ഒരു പാലം പണിയാനുള്ള പണമേ ചിലവായിട്ടുള്ളൂ. അഗസ്ത്യകൂടത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിൽ തന്നെയാണ് ഇപ്പോഴും അഗസ്ത്യ പ്രതിഷ്ഠയുള്ളത്. ഉയരം കുറഞ്ഞ മരങ്ങളും കുറ്റിച്ചെടികളുമാണ് ഇവിടെയുള്ളത്. അഗസ്ത്യമുനിയും ഉയരം കുറഞ്ഞ ആളായിരുന്നു എന്നാണ് സങ്കല്പം. നെയ്യാർ ഒരു നദി മാത്രമല്ല, അതൊരു സംസ്കാരമാണ്. അതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ജീവജലം മുതൽ മരുന്നും മന്ത്രവാദവും അധ്വാനവും സംസ്കാരവും എല്ലാം. അത് ദ്രാവിഡമാണ്. എന്നെപ്പോലെയുള്ള എഴുത്തുകാർക്ക് തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക ജീവനാഡിയിലൂടെ ഒഴുകിയിട്ടും എന്തുകൊണ്ട് നെയ്യാർ ഒരു ഭാരതപ്പുഴയായില്ല? കവികൾ പാടി പുകഴ്ത്തിയില്ല. കഥാകാരന്മാർ തീരങ്ങളെക്കുറിച്ച് വാചാലരായില്ല. സിനിമാക്കാർ ക്യാമറ ചലിപ്പിച്ചില്ല. നദി ഒഴുകിയ നദിയെ വെള്ളമാക്കി മാറ്റിയെടുത്ത അഗസ്ത്യമുനിയുടെ ശാപം കൊണ്ടാണോ? അതോ 1000 ദുരൂഹതകൾ ഒളിപ്പിച്ച് കാടിൻ്റെ വന്യതയിലൂടെ മാത്രം ഒഴുകുന്നത് കൊണ്ടാണോ? ആ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരാളെയുള്ളൂ. അത് നെയ്യാറ് തന്നെയാണ്. പിന്നെ അഗസ്ത്യകൂടത്തിൻ്റെ ഗിരിശൃംഗങ്ങളിൽ എവിടെയോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന അഗസ്ത്യമുനിയും. ഓരോ പുഴയും ഓരോ കഥയാണ്. അരുവിയായി പിറക്കുന്ന ബാല്യം മുതൽ കൗമാരവും യൗവനവും പിന്നെ വാർദ്ധക്യവും കടന്ന് കടലിൻ്റെ അനന്തതയിലേക്ക് വലയം പ്രാപിക്കുന്ന വാനപ്രസ്ഥം വരെ. നെയ്യാറും അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നെയ്യാർ ഒഴുകുന്നു നിങ്ങളുടെ സിരകളിൽ. നെയ്യാർ ഞങ്ങൾക്ക് അമ്മയാണ്, സഹോദരിയാണ്. ഞങ്ങളുടെ സിരകളിൽ ഒഴുകുന്ന നദിയാണത്. കുട്ടിക്കാലത്ത് നഗരത്തിൽ നിന്ന് നെയ്യാർ ഡാമിലേക്ക് 30 കിലോമീറ്റർ ദൂരം. അടുത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ എന്നിവയും തിരുവനന്തപുരത്ത് തന്നെ. കാട്ടാക്കടയാണ് ഡാം സ്ഥിതി ചെയ്യുന്ന പ്രധാന ഉപനഗരം. കള്ളിക്കാട് പഞ്ചായത്തിലാണ് വനം. ഇറിഗേഷൻ, ഫിഷറീസ്, ടൂറിസം എന്നീ വകുപ്പുകൾ നെയ്യാറിൽ വിവിധ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് വിവിധ വകുപ്പുകൾ താമസ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സഫാരി പാർക്കുകൾ, ബോട്ടിംഗ്, ട്രക്കിംഗ് തുടങ്ങി കുടുംബങ്ങളെയും സാഹസികരെയും ഒരുപോലെ ആകർഷിക്കുന്ന വിനോദസഞ്ചാരങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കാണാകഥയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.